അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബിൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സകങ്ങളിൽ ഒരു കുളിർ അനുഭവപ്പെടും. അതെങ്ങനെയാണ്? മനസ്സകങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നടക്കാത്തവരായിട്ട് ആരുണ്ട്? ആറ്റലോടെ പേര് കേൾക്കുമ്പോൾ തന്നെ നാം പോലും അറിയാതെ നമ്മുടെ നാവിലേക്ക് സ്വലാത്ത് ഒഴുകിയെത്തുന്നത് അതിന് തെളിവാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ പറയാനിരിക്കുമ്പോൾ സ്വന്തം ജീവനേക്കാളേറെ റസൂലിനെ സ്നേഹിക്കുന്ന വിശ്വാസി ഹൃദയങ്ങളിൽ സന്തോഷം കളിയാടുന്നത് എങ്ങനെ? പരകോടി വിശ്വാസികളുടെ ഹൃദയവസന്തമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തിനെ പുൽകി മതി വരാത്ത സ്വഹാബത്ത് മുതൽ അവിടുത്തെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന ആശിഖീങ്ങളടക്കം ഹബീബിന്റെ അപദാനങ്ങൾക്ക് പുതുജീവൻ പകർന്നിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലം മുതൽക്കേ തിരുദൂതരെ പ്രകീർത്തിക്കലും ബഹുമതി അർപ്പിക്കലും വളരെയധികം പുണ്യകരമായിട്ടാണ് നിലകൊണ്ടിരുന്നത്. റസൂലിനുള്ള ഇഷ്കിന്റെ ഉറവകൾ ലോകത്തെങ്ങും വ്യാപിച്ചിട്ടുണ്ട്. പ്രേമം ഹബീബിനോടാകുമ്പോൾ സകല ലഹരിയെ മറികടക്കുന്ന ഉന്മാദമാണിത്. അവിടുത്തെ മതി മൊഴിയുമ്പോൾ വിതുമ്പി വിറക്കാത്ത അതിരങ്ങളില്ല, എഴുതുമ്പോൾ നൃത്തം ചെയ്യാത്ത വാക്കുകളില്ല. കവാലികളിലൂടെയും മൗലൂദുകളിലൂടെയും പരന്നൊഴുകിയതും അനശ്വരമായ കീർത്തനങ്ങളാണ്. ആ ആനന്ദം അത് നുകരാൻ കഴിയാത്തവർ എത്ര ഹതഭാഗ്യർ. പരലോക ജീവിത വിജയത്തിലുള്ള നിദാനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. അവിടുത്തെ സ്നേഹിക്കുകയും മദ്ഹ് പറയുകയും തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മെ വിലയിരുത്താനുള്ള സമയമാണ്. കറാത്തുകൾ പോയിട്ട് അനാവശ്യചിന്ത പോലും മനസ്സിലൊതുക്കാത്ത മഹാത്മാൻ പ്രവേശിക്കുന്ന സ്വർഗ്ഗ സ്വപ്നം കാണാൻ എന്തർഹതയാണ് നമുക്കുള്ളത്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തതിൽ വിഷമിക്കുന്ന പരിഭവിക്കുന്ന നമ്മുടെയൊക്കെ ചിന്തകൾ കപടമാണ്. സിദ്ദീഖ് നിറഞ്ഞ കണ്ണുനീരോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ രീതികൾ തന്നെ മാറുമായിരുന്നു. നിസ്കാരവും നോമ്പും സൽക്കരങ്ങളും എല്ലാം ഒന്നിനു വേണ്ടി മാറ്റിവെക്കില്ലായിരുന്നു. തെറ്റുകളോട് വെറുപ്പ് തോന്നുമായിരുന്നു. റസൂലിന്റെ തിരുസുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുമായിരുന്നു. ബുർദ, മൗലിദ്, തിരുനബി പ്രഭാഷണ സദസ്സുകൾ ഇവയെല്ലാം നമ്മുടെ ഇഷ്ടയിടങ്ങളാകുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സൽമ ബി വളർത്തിയ ഹസൻ ബസ്രി പറഞ്ഞില്ലേ, ഉഹദ് മലയോളം സ്വർണത്തിന്റെ സമ്പാദ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മൗലിദ് ചെല്ലാൻ ചെലവഴിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള സമയമെങ്കിലും നാം നമ്മുടെ റസൂലിനെ ചെലവഴിക്കണം. കറകളഞ്ഞ മനസ്സിൽ നാം ആദ്യം നേടിയെടുക്കണം. എന്നിട്ടേ ഹബീബിനെ കാണാൻ കൊതിക്കാവൂ. മലിനമായ മനസ്സകങ്ങൾ എങ്ങനെയാണ് പൂമുത്ത് വന്നണയുക? വഫാത്തിന്റെ സമയത്ത് പോലും നമ്മുടെ മരണവേദന ഓർത്തില്ല നമ്മുടെ റസൂൽ സങ്കടപ്പെട്ടത്. സുന്നത്ത് കർമ്മങ്ങൾ വീഴ്ചവെച്ച് നമുക്ക് എങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാനാകും? യുക്തികൾ നോക്കി മതം പറയുന്ന നാം എങ്ങനെ ഖബർ സന്തോഷം അനുഭവിക്കും? ചിന്തിക്കണം. നമ്മൾ ദിവസവും ചപ്പുവാരി എറിഞ്ഞ സ്ത്രീയുടെ അസുഖം മാറാൻ പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ റസൂലുള്ളാഹ്. കൊല്ലാൻ വാളുമായി എത്തിയ ശത്രുവിന് മുമ്പിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വാളേന്തി ഒന്നൊരുക്കിയ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ട്. വേണം തെറ്റുകൾ ഒഴിവാക്കി സൽക്രമങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് സ്വർഗത്തിൽ പോകണം ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ റസൂൽ സ്വർഗത്തിലാണുള്ളത്. യാ ഹബീബല്ലാഹ്, കൈപിടിക്കണേ. കാലിടറുന്ന സമയത്ത് കൈപിടിക്കാൻ അങ്ങുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും നബിയെ. അങ്ങയുടെ മുഹിബ്ബാണെന്ന് പറയാൻ യാതൊരു അർഹതയുമില്ലാത്ത പാപികളാണ് ഞങ്ങൾ. അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അങ്ങയുടെ ശഫാത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണം നബിയെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.